അങ്ങ് ആരാണ് പ്രഭു? ഭിക്ഷുവിന്റെ വേഷം ധരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങയുടെ മുഖത്തെ പ്രഭാവം എനിക്ക് കാണുവാൻ സാധിക്കും. അങ്ങയുടെ പുത്രനെ വിജയിക്കുവാൻ ഒരവസരം നൽകുവാൻ നാം തയ്യാറാണ് ദേവരാജ. എന്നെ പരീക്ഷിക്കാൻ വന്നതാണ്. കാരണം നാം നിന്നിൽ സന്തുഷ്ടനാണ്. നാം വേഷപ്രച്ഛന്നനാണെങ്കിലും നീ നമ്മെ മനസ്സിലാക്കിയിരിക്കുന്നു. നാം ദേവന്മാരുടെ ദേവനായ ദേവേന്ദ്രനാണ്. ആജ്ഞാപിച്ചാൽ പ്രഭു എന്ത് സഹായമാണ് അങ്ങേക്ക് ചെയ്തു തന്നത്? ദാനധർമ്മങ്ങൾക്ക് കേൾവി കേട്ടവനാണ് നീ എന്ന് നമുക്കറിയാം. കാരണം നാം നിന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി ആവശ്യപ്പെടാനാണ് വന്നത്. കവചകുണ്ടലങ്ങൾ നമുക്ക് ജന്മനാ കിട്ടിയതാണെന്നും അത് നമ്മെ ചിരഞ്ജീവിയാക്കുന്നതാണെന്നും അങ്ങേക്ക് നന്നായി അറിയാം. എങ്കിലും അങ്ങ് അത് എന്നോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും. നമ്മോട് ക്ഷമിക്കൂ പുത്ര. യുദ്ധത്തിൽ കൗരവർ വിജയിക്കുകയാണെങ്കിൽ സമൂഹത്തിനാകമാനം ഹാനി ഉണ്ടാകുന്നതാണ്. ധർമ്മം ഒരിക്കലും സ്ഥാപിക്കപ്പെടുകയുമില്ല. നീ ഇപ്പോൾ കൗരവരുടെ പരാജയത്തിനുള്ള മാർഗത്തിൽ ഒരു വൻ മതിലായി നിലകൊള്ളുകയാണ്. നീ യുദ്ധത്തിൽ പങ്കുചേരുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യും. എങ്കിൽ നമുക്ക് നിന്റെ വാഗ്ദാനത്തിൽ നിന്നും മുക്തനാക്കുവാൻ സാധിക്കും. നിർണയം സ്വീകരിക്കേണ്ടത് നീയാണ്. ഒന്നുകിൽ യുദ്ധം പരിത്യജിക്കുക, അല്ലെങ്കിൽ കവചം പരിത്യജിക്കുക. യുദ്ധം പരിത്യജിക്കാൻ ഒരുക്കമല്ല എന്നുള്ളത് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ ദേവരാജ. നമ്മുടെ സ്നേഹിതന് കൊടുത്ത വാക്കാണ്. നാം ഇതാ നമ്മുടെ കവചം പരിത്യജിക്കുന്നു. ഒരു നിമിഷം നിന്നാലും പ്രഭു, നാം അത് ഛേദിച്ചു കൊണ്ടുവരട്ടെ. विश्व के कल्याण के धर्म अधर्म आदि अनंत सत्य असत्य क्लेश कलंक स्वा